ബിഗ് ബോസ് സീസൺ 6 ചരിത്രത്തിൽ തന്നെ കേൾക്കാൻ പറ്റുന്നതിലും അപ്പുറം പേരുദോഷം കേട്ടിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന ഇൻഫ്ലുവൻസർ. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്ക് കയറിയപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു ജാസ്മിൻ. അവരുടേതായ പ്രത്യേകമായ രീതിയിലെ സംസാര ശൈലിയും അവർ ചെയ്യുന്ന ഓരോ വീഡിയോസും തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ എന്ന ഇൻഫ്ലുവൻസറെ വ്യക്തിഗതമായി തന്നെ എല്ലാവരുടെ മുന്നിലേക്കും എത്തിച്ചത്. അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ ബിഗ് ബോസിലെത്തിയപ്പോൾ കാണിക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു പയ്യനുമായി എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞ് അടുത്ത പയ്യനുമായി എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച് ബിഗ് ബോസിലെത്തി മറ്റൊരുത്തരുമായി പ്രണയം തുടങ്ങിയ ജാസ്മിനോട് ചെറിയ വെറുപ്പുണ്ട് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. ഇപ്പോൾ ജാസ്മിൻ്റെ മുന്നക്ക എന്ന് പറഞ്ഞ മുൻപ് വിവാഹിതയാകാൻ പോകുന്നു എന്ന് അറിയിച്ച മുന്ന എബ്രഹാം പറയുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എന്തിനാണ് എല്ലാവരും അഫ്സലിനെ വന്ന് തെറി പറയുന്നതെന്നാണ് ഇപ്പോൾ മുന്ന ചോദിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് മുന്ന ഇത് അറിയിക്കുന്നത്. മുന്ന കഴിഞ്ഞതിന് ശേഷം അഫ്സൽ എന്ന ചെറുപ്പക്കാരനുമായിരുന്നു ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നത്. ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് അഫ്സൽ തന്നെയായിരുന്നു കൊണ്ടാക്കിയതും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതുമെല്ലാം. അഫ്സലിൻ്റെ മോതിരമായിരുന്നു ജാസ്മിൻ അണിഞ്ഞത്. എല്ലാ വിവാഹത്തിനും അഫ്സലിനോടൊപ്പമായിരുന്നു ജാസ്മിൻ പോയിക്കൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ ജാസ്മിനും അഫ്സലും തമ്മിൽ നല്ല അടുത്ത ബന്ധമാണെന്ന് പ്രേക്ഷകർക്കറിയാം. എല്ലാവരും ഇപ്പോൾ അഫ്സലിനെയാണ് കുറ്റം പറയുന്നത്. അഫ്സലാണ് തെറ്റ് ചെയ്തതെന്ന്. എന്നാൽ അഫ്സലിന് വേണ്ടി സംസാരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ്റെ മുൻ കാമുകനായിരുന്ന മുന്ന എബ്രഹാം. എന്തിനാണ് എല്ലാവരും കൂടി അഫ്സലിനെ വന്ന് തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓരോ വീഡിയോയുടെ അടിയിൽ പോയും കമൻ്റ് ഇടുന്നു. ഒരു കമൻറ്റ് കണ്ടാൽ വിചാരിക്കും തെറ്റ് ഫുൾ അഫ്സലാണ് ചെയ്തതെന്ന്. അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് നിങ്ങൾ ഇടുന്നത്. എന്താണ് അഫ്സൽ ചെയ്ത തെറ്റ് എന്ന് പറയൂ എന്ന് മുന്ന എബ്രഹാം ചോദിക്കുന്നു. ജാസ്മിൻ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഗബ്രി ജാസ്മിൻ ഇഷ്ടത്തിലാണെന്ന്. ഞാൻ കണ്ടത് ഇവരെ എൻഗേജ്മെൻറ്റ് പിക്കാൻ വീഡിയോസൊക്കെ ഉള്ളതാണ്. ഒരു പെൺകുട്ടിയല്ലേ വിചാരിച്ച് പലതും മിണ്ടാതെ നിൽക്കാൻ ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാം പ്രൂഫ് ഉൾപ്പെടെ ഉള്ള ആൾക്കാരാണ്. എന്നിട്ടും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ പറയുന്നവർക്ക് ഇതുപോലെയുള്ളത് വരുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്, വളരെ മോശമാണ് എന്നാണ് മുന്നേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന കാര്യം. വെറും വൃത്തികെട്ട പരിപാടിയാണെന്നും ഒരു പെണ്ണല്ലേ എന്ന് കരുതി മിണ്ടാതിരിക്കുന്നത് വളരെ മോശമായ കാര്യമാണെന്നും പറയുന്നു. പൊട്ടിത്തെറിച്ച് ജാസ്മിനുമായും വിവാഹം തീരുമാനിച്ച അഫ്സലും മുന്നയും ഒരുമിച്ചാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മുൻപ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും ജാസ്മിനെതിരായപ്പോൾ രണ്ടുപേരും ഒരുപോലെയായി എന്നും പ്രേക്ഷകർ പറയുന്നു. ഇതത്ര നല്ലതല്ല എന്നും ഇത് ജാസ്മിനെതിരെ കളിക്കുന്നതാണെന്നും വരെ പ്രേക്ഷകർ പറയുന്നുണ്ട്. ഗബ്രിയുമായി ജാസ്മിന് അടുപ്പമുണ്ടായിരുന്നുവെന്നും ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നും ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമുണ്ടെന്നും പക്ഷേ പ്രണയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. മറ്റൊരു ചെറുപ്പക്കാരനുമായി എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച ഒരു പെണ്ണിനെ എങ്ങനെയാണ് അകത്ത് കയറിയ ഉടനെ മറ്റൊരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നുന്നതെന്നും അതത്ര ശരിയല്ല എന്നും ശരിയായ നിലപാടല്ല എന്നാണ് പ്രേക്ഷകർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പ്രേക്ഷകരുടെ മുന്നിൽ ജാസ്മിൻ വെറും കള്ളിയായി മാറുകയാണ്. കള്ളം ചെയ്ത് യുവാക്കളെ പറ്റിക്കുന്ന രീതിയിലേക്കാണ് ജാസ്മിൻ്റെ സ്വഭാവം തന്നെ ചിത്രീകരിക്കപ്പെടുന്നത്. അത് വളരെ മോശം തന്നെയാണ്. അഫ്സൽ പറയുന്നതും മുന്ന പറയുന്നതും അത് തന്നെയാണ്. വേണമെങ്കിൽ ജാസ്മിനെ ഇല്ലാതാക്കാം, ജാസ്മിനെതിരെ തെളിവുകൾ നിരത്താം. പെൺകുട്ടിയല്ലേ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ തെളിവുകൾ നിരത്താത്തതും അവൾക്കെതിരെ സംസാരിക്കാത്തതെന്നുമാണ് ഇപ്പോൾ മുൻ കാമുകനായ മുന്നയും അതിനുശേഷമുണ്ടായിരുന്ന കാമുകനായ അഫ്സലും പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.